അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മളിപ്പോൾ പോകുന്നത് ഹസ്രത്ത് നിസാമുദ്ദീൻ വലിയുള്ളാഹി മഖ്ബറയിലേക്കാണ്. നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഹസ്രത്ത് നിസാമുദ്ദീൻ തങ്ങളുടെ ഹദ്റത്തിലേക്ക്. ബസ് ഇറങ്ങി കുറച്ചധികം നടക്കാനുണ്ട്. അങ്ങോട്ടൊന്നും വണ്ടികളൊന്നും പോകില്ല. നമ്മളവിടെ നിന്ന് അങ്ങോട്ട് കാൽനടയായിട്ട് തന്നെ പോകണം. ചുറ്റിനും ഹോട്ടലുകളും വഴിയോടെ കച്ചവടങ്ങളും ഒക്കെ ആയിട്ട് ഭയങ്കര ഉഷാറായിട്ട് അവിടെ കയറുമ്പോൾ തന്നെ ഭയങ്കര നല്ലൊരു ഫീലിംഗാണ്. മാഷാ അല്ലാഹ്. എന്തായാലും നല്ല തിരക്കുണ്ടായിട്ട് നമ്മൾ പോകുന്ന സമയത്ത് നല്ല തിരക്കുണ്ടായി. അവിടെ കുറേ ആൾക്കാർ കറിയൊക്കെ റോഡ് സൈഡിൽ തന്നെയാണ് എല്ലാ കറിയൊക്കെ വെച്ച് ആൾക്കാരൊക്കെ കാണുമ്പോൾ കാഴ്ചയിൽ കറി കണ്ട് ചില ആളുകൾക്ക് കൊതി വരില്ലേ, അങ്ങനെയൊക്കെ ഒരു മൈൻഡാണ്. പാത്രങ്ങളൊക്കെ പുറത്ത് വെച്ച് കറികളൊക്കെ തുറന്ന് വെച്ചിട്ടുണ്ട് അവിടെ എല്ലാവരും കാണാൻ പാകത്തിന്. അങ്ങനെ ആളുകൾ മേടിക്കുന്നതൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അതാ പട്ടുകളും. ഇത് ഇവിടെ എത്തുമ്പോൾ ഒരു പ്രത്യേക മണമാണ്, അത്രകളും അതിൻ്റെ പ്രത്യേക സ്മെല്ല്. അതായത് നല്ല റാഹത്താണ്. പിന്നെ അവിടം വരെ ചെരുപ്പ് ഇടാൻ പാടുള്ളൂ. ഇവിടെ തന്നെ ചെരുപ്പ് അവിടെ ഊരി വെക്കണം. ചെരുപ്പ് ഇവിടെ ഊരി വെച്ചിട്ട് ചാക്കിനകത്ത് കെട്ടി വെക്കിട്ട് അതിന് അകത്തേക്ക് ചെരുപ്പില്ലാണ്ടാണ് ഇനി പോകേണ്ടത്. ഇതൊരു കുളമാണ്. ഈ കുളത്തിൻ്റെ വലിയൊരു ചരിത്രമുണ്ട്. ഇൻഷാ അല്ലാഹ് സൗകര്യം പോലെ പിന്നെ പറയാം. പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് നടക്കാണ്ട് എത്രയും നേരം ഭയങ്കര ചൂടായിരുന്നു കേട്ടോ. ഇതിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ ഭയങ്കര തണുപ്പാണ്, നല്ലൊരു റാഹത്താണ്. ഇതിങ്ങനെ കുറച്ചിങ്ങനെ ഉള്ളോട്ട് ഇങ്ങനെ നടക്കുക. അതിൻ്റെ ഇടയിലും കടകളുണ്ട്. ഇതിങ്ങനെ ഇടയിൽ കൂടെയൊക്കെ നടന്നിട്ട് വേണം സിയാറത്ത് ചെയ്യാൻ വേണ്ടി മക്കാമിൻ്റെ അടുത്തേക്ക് പോകാൻ. എന്താ ഇതിൻ്റെ ഉള്ളിൽ കൂടിയൊക്കെ ഇങ്ങനെ പോകണം. മാഷാ അല്ലാഹ്. എന്തായാലും നല്ല റാഹത്തുള്ള ഞങ്ങൾ കുറച്ച് ആൾക്കാർ അധികം ഉണ്ടായിരുന്നു ബസ്സിലുള്ള വന്ന ആളുകൾ. അപ്പോൾ ഏതായാലും ഞങ്ങൾ റാഹത്തോടു കൂടെ അവിടെ ചെന്ന് മഹാനവറുകൾക്ക് ഹദ്റത്തിൽ ചെന്ന് സിയാറത്ത് ചെയ്ത് അൽഹംദുലില്ലാഹ്. കഴിയുന്നവരൊക്കെ പോകണം. മഹാന്മാരുടെ മദത് കിട്ടണം. അതിനൊക്കെ എല്ലാവരും എന്ത് ചെയ്യണം, ഇതേപോലെ ഓരോ സിയാറത്ത് കേന്ദ്രങ്ങളൊക്കെ നമ്മൾ കേട്ട് പരിചയമുള്ളൂ. എന്നാലും നമ്മൾ കേട്ട് പരിചയമുണ്ടായിട്ട് കാര്യമില്ല. നമുക്കൊന്നും അവിടെയൊക്കെ ഒന്ന് പോയി സിയാറത്ത് ചെയ്ത് അവരുടെ ഹദ്റത്തിൽ ചെല്ലുമ്പോൾ തന്നെ ഒരു പ്രത്യേക മനസ്സിനൊക്കെ ഒരു പ്രത്യേക അനുഭൂതിയാണ്. അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടാണ് പിന്നെ മക്കാമ് കാണുക. അതാണ് ഒരു പ്രത്യേക രസം. മാഷാ അല്ലാഹ്. നല്ലൊരു അന്തരീക്ഷമാണ്. ഇതാണ് ഹസ്രത്ത് നിസാമുദ്ദീൻ തങ്ങളുടെ ദർബാർ. എന്നിട്ട് പൂച്ചയിരിക്കണമെങ്കിൽ കുറ്റി, പൈസ ഇടുന്ന കുറ്റീനെ മേളിലൊരു പൂച്ച ഇരുന്ന് നല്ല ഉഷാറായിട്ടിരിക്കാം. മാഷാ അല്ലാഹ്. ഈ മിനാരമൊക്കെ ഉണ്ടല്ലോ, ഇവിടെ രാത്രി കാണാൻ അജ്മീറൊക്കെ പോലെ ഭയങ്കര ഉഷാറായിരിക്കും. ആ മിനാരത്തിൻ്റെ മുകളിൽ ലൈറ്റൊക്കെ ഇട്ട് വരുമ്പോൾ ഭയങ്കര ഉഷാറായിരിക്കും രാത്രി കാണാൻ. എന്തായാലും മഹാന്മാരോടൊക്കെ മദദ് അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പോൾ എല്ലാവരും കഴിയുന്നവരൊക്കെ പോകാൻ ശ്രമിക്കുക. മാഷാ അല്ലാഹ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.